ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ കാഴ്ച പ്രശ്നങ്ങളെ കുറിച്ചാണ്. ആരോഗ്യകരമായ കാഴ്ചശക്തി വികസിപ്പിക്കുന്നതിനുള്ള നിർണായക സമയമാണ് കുട്ടിക്കാലം. കുട്ടികളിലെ കാഴ്ച പ്രശ്നങ്ങളും ലക്ഷണങ്ങളും പലപ്പോഴും അവ്യക്തമായിരിക്കും. കാഴ്ച വികസിപ്പിക്കുമ്പോൾ തന്നെ കാഴ്ച പ്രശ്നങ്ങളെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് പ്രധാനമാണ്. പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദമാക്കാവുന്നതാണ്. ക്ലാസ് റൂം പഠനത്തിന്റെ 80% കാഴ്ചയാണ് വഹിക്കുന്നത് എന്നതിനാൽ ചെറിയ കാഴ്ച പ്രശ്നങ്ങൾ പോലും അവരുടെ പഠനത്തെ ബാധിക്കാം. കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും സാധാരണമായ കാഴ്ച പ്രശ്നങ്ങളെക്കുറിച്ച് മാതാപിതാക്കളും അധ്യാപകരും അറിയേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിൽ സാധാരണമായി കാണുന്ന കാഴ്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മയോപ്പിയ, ഷോർട്ട് സൈറ്റഡ്നെസ്, ദൂരെയുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുക. ഹൈപ്പർമെട്രോപ്പിയ, ലോങ് സൈറ്റഡ്നെസ്, അടുത്തുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുക. ആംബൈലോപ്പിയ, ലേസിയായി, മടിയൻ കണ്ണ്. കുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമിടയിൽ ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയാനുള്ള ഏറ്റവും സാധാരണമായ കാരണമാണ് ആംബൈലോപ്പിയ. ചികിത്സിച്ചില്ലെങ്കിൽ മടിയൻ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആസ്റ്റിഗ്മാറ്റിസം, കണ്ണിന്റെ റെറ്റിനയിൽ പ്രകാശം കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. തന്മൂലം ആഴത്തിലുള്ള ധാരണയും 3D കാഴ്ചയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകാം. ഡിപ്ലോപ്പിയ, രണ്ടായി കാണുക. കൈ കണ്ണ് ഏകോപിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്. സ്ട്രാബിസ്മസ്, കോങ്കണ്ണ്. ഇൻഫെക്ഷൻസ്, മങ്ങിയ കാഴ്ചകൾ, ഫോക്കസിംഗ് ഡിഫിക്കൽട്ടീസ്, അമിതമായി കൺപോളകൾ വെട്ടിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് മേൽ പറഞ്ഞ എന്തെങ്കിലും കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ നേത്രരോഗ വിദഗ്ധനെ. കുട്ടികളിലെ കാഴ്ച പ്രശ്നങ്ങൾ എങ്ങനെ കണ്ടെത്താം? നിങ്ങളുടെ കുട്ടിയുടെ നേത്രരോഗ വിദഗ്ധൻ മുഖേനയുള്ള സമഗ്രമായ നേത്ര പരിശോധനയാണ് കാഴ്ച പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനുള്ള കൃത്യമായ മാർഗം. നേരത്തെ കണ്ടെത്തിയാൽ വിജയകരമായ ചികിത്സാ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടിക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മങ്ങിയ കാഴ്ച, ടിവിയുടെ അടുത്തിരുന്നു കാണുക, സ്കൂളിൽ ബ്ലാക്ക് ബോർഡിലെ എഴുത്ത് കാണുന്നില്ല, കണ്ണ് ഇറുക്കി പിടിക്കുക, കണ്ണ് വേദന, തലവേദന, കണ്ണ് ചൊറിച്ചിൽ, വായിക്കുമ്പോൾ ബുക്ക് കണ്ണിനോട് ചേർത്ത് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് അടയ്ക്കുകയോ തിരുമുകയോ ചെയ്യും. കുട്ടികളിലെ കാഴ്ച പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം? കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസസ്, ഒക്ലൂഷൻ തെറാപ്പി, വിഷൻ തെറാപ്പി എന്നിങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. വിഷൻ തെറാപ്പി വഴി കണ്ണിന്റെ ഫോക്കസിംഗ്, ഐ ട്രാക്കിംഗ്, കൺവെർജൻസ്, വിഷ്വൽ പ്രോസസ്സിംഗ്, ഐ ഹാൻഡ് കോർഡിനേഷൻ എന്നിങ്ങനെയും അതിലേറെയും വിഷ്വൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു. വിഷ്വൽ തെറാപ്പി കേവലം നേത്രവ്യായാമത്തിനേക്കാൾ കണ്ണ്, മസ്തിഷ്ക ആശയവിനിമയവും വിഷ്വൽ സിസ്റ്റത്തിന്റെ ഫലപ്രാപ്തിയും മെച്ചപ്പെടുത്തുന്നു. വ്യക്തിഗതമായ വ്യായാമങ്ങൾ, പ്രിസങ്ങൾ, ഫിൽറ്റേഴ്സ്, ലെൻസുകൾ, ഒക്ലൂഡുകൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ വിഷ്വൽ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നു. പതിവ് നേത്രരോഗങ്ങൾ നവജാത ശിശുക്കൾ എന്ന നിലയിൽ കുട്ടികൾ ആശുപത്രിയിൽ ഉള്ളപ്പോൾ തന്നെ പരിശോധന നടത്തുന്നു. മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, ആസ്റ്റിഗ്മാറ്റിസം, ആംബൈലോപ്പിയ ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾക്ക് കോണ്ടാക്ട് ലെൻസസോ കണ്ണടകളോ ഒക്ലൂഷൻ തെറാപ്പിയോ ഉപയോഗിച്ച് ശരിയാക്കുന്നു. വർഷം തോറും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നിങ്ങളുടെ നേത്രരോഗ വിദഗ്ധൻ പറയുന്നത് പോലെ പരിശോധന നടത്തണം. മുതിർന്നവരെ പോലെ കുട്ടികൾ കണ്ണട വെക്കണം എന്നില്ല. അതിനാൽ സ്വന്തം ഫ്രെയിം തിരഞ്ഞെടുക്കാൻ കുട്ടികളെ അനുവദിക്കുക. പ്ലാസ്റ്റിക് ഫ്രെയിമുകൾ ലഭ്യമാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് മാതാവിനോ പിതാവിനോ ഗ്രാൻഡ് പാരന്റ്സിനോ കണ്ണ് കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ കണ്ണ് സ്ക്രീൻ ചെയ്യുക. കാഴ്ചയിൽ പാടുകൾ കാണുന്നു, ചാരനിറത്തിലോ കറുത്തതോ ആയ ഫ്ലോട്ടേഴ്സ് ചിലന്തി വല പോലെ കാണുന്നു എന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കൂ. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ അറിയാനും കുട്ടികളുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാനും നമ്മുടെ കണ്ണുകൾ സഹായിക്കുന്നു. പതിവായി നേത്ര പരിശോധന നടത്തുന്നത് അവരുടെ കണ്ണുകൾ ആരോഗ്യമാക്കുകയും കാഴ്ച പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. പല പ്രശ്നങ്ങളും നേത്രരോഗങ്ങളും ചികിത്സിക്കാം, പ്രത്യേകിച്ച് അവ നേരത്തെ കണ്ടെത്തുകയാണ്. ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.